ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് ഷുഗർ രോഗത്തിന് കഴിക്കുന്ന ഭക്ഷണം ആണ്. ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് ഈ വീഡിയോ ഭക്ഷണത്തിൻ്റെത് ഞാൻ ചെയ്തിട്ടുള്ളത്. അതെന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായും ഈ രോഗമുള്ള ആൾ കഴിച്ചിരിക്കണം. രോഗമുള്ള ആൾ എന്ന് പറഞ്ഞാൽ ഷുഗർ ഇതുവരെ മാറാത്തൊരാൾ ഇത് കഴിച്ചിരിക്കണം. അത് കഴിച്ചിരുന്നാൽ മാത്രമാണ് പെട്ടെന്ന് രോഗം മാറി സുഖാകുക. തീർച്ചയായിട്ടും ബഹുമാനമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഇത് സുഖം മാറുമെന്ന കാര്യത്തിന് നിങ്ങൾ ഭയപ്പെടുകയേ വേണ്ടത്, ഒരു സംശയം വേണ്ട. തീർച്ചയായിട്ടും മാറും. പക്ഷേ ഈ രീതി സ്വീകരിച്ചാൽ മാത്രമേ മാറുന്നുള്ളൂ. ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ അസുഖം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പിന്നെ നിങ്ങളെ ഇഷ്ടത്തിനും ഐഡിയക്കും അനുസരിച്ച് നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് മാത്രമേ ചെയ്തിട്ടേ ഫലമുള്ളൂ. വേറെ എനിക്കറിയില്ല പറഞ്ഞു തരാൻ. ഞാൻ അനുഭവിച്ച കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളിത് സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾ അസുഖമുള്ള ആൾക്കാണ് ഇത് പ്രയോജനപ്പെടേണ്ട വീഡിയോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ 3 തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു. ഒന്ന് പച്ചക്കുള്ള സലാഡായിരുന്നു ഞാൻ കഴിച്ചത്. പിന്നെ വേറൊരു സലാഡ് തന്നെ പച്ചക്കറികൾ തന്നെ നല്ല രീതിയിൽ പാചകം ചെയ്തൊരു വീഡിയോ ആണ് രണ്ടാമത്തേത്. മൂന്നാമത്തെ എൻ്റെ വീഡിയോയിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതന്നെയാണ്. ഈ സാധനത്തിൽ എന്താണ് കളറിൽ വ്യത്യാസം വരും, എന്നാൽ സ്വാദിൽ വ്യത്യാസം വരും. ഇതിൽ ഇടുന്ന സാധനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അപ്പോൾ എന്തെല്ലാം സാധനങ്ങൾ, ഇത് തന്നെ നട്ട്സ്, ഇത് മുട്ട, ഇതിലൊരു ഈത്തപ്പഴം കൂടി ഉണ്ടാകുന്ന. ഈത്തപ്പഴം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഈത്തപ്പഴം ഞാൻ വെച്ചിട്ടില്ല. ഈത്തപ്പഴം തീർന്നു പോയതുകൊണ്ട് ഈത്തപ്പഴം വെച്ചിട്ടില്ല. അപ്പം ഇന്ന് നോക്കുമ്പോൾ ഈത്തപ്പഴം തീർന്നിട്ടുണ്ട്. പക്ഷേ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇതേപോലെ തന്നെ കാണിക്കുന്നത്. അതേപോലെ തന്നെ ബട്ടർ കോഫി. അപ്പം ഇതുകൊണ്ടൊന്നും കൊളസ്ട്രോൾ കൂടില്ല. കൊളസ്ട്രോൾ കൂടുന്നത് ഷുഗർ കൊണ്ടാണ്. ഞാൻ മനസ്സിലാക്കിയത്, പഠനം കൊണ്ട് മനസ്സിലാക്കിയത്, ഷുഗർ കണ്ടമാനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായത് കൊണ്ടാണ് കൊളസ്ട്രോൾ കൂടുന്നത്. പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഈ ഭക്ഷണങ്ങൾ, നെയ്യ്, നമ്മൾ കഴിക്കേണ്ടത് നെയ്യ്, വെളിച്ചെണ്ണ, ബട്ടർ, പാലുൽപ്പന്നമായ ഏത് സംഗതി കഴിക്കാം. മധുരം മധുരം നമ്മൾ തൊടാൻ പാടില്ല. മധുരം പാടെ ഒഴിവാക്കണം. പിന്നെ ഇനി ഒഴിവാക്കേണ്ട എന്തൊക്കെ സാധനങ്ങളുണ്ട് ഞാനൊരു ലീസ്റ്റ് മാതിരി ഞാൻ ഇതിൻ്റെ തൊട്ട് പിറകിലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഭക്ഷണം കഴിക്കണത്, അപ്പോൾ ഉണ്ടാക്കി കഴിക്കുന്നത് കാണുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാനാണ് നിങ്ങൾക്കും അത് പ്രോത്സാഹനം ഉണ്ടാകുക, തോന്നുക. മറ്റേ നമ്മൾ പറഞ്ഞു തന്നാൽ എങ്ങനെയപ്പോൾ അത് ഉണ്ടാക്കുക, എങ്ങനെ ചെയ്യാന്നുള്ളൊരു ചിന്തയാണ് വരിക. അത് മാറാനാണ് ഞാനിതിങ്ങനെ കാണിക്കുന്നത്. അപ്പം 3 വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങളും എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയത് കഴിക്കാൻ വേണ്ടി നോക്കും. പിന്നെ ഒരു രോഗിക്ക് ടേസ്റ്റ് ഏത് രൂപത്തിലാണോ എന്നുള്ളത് നോക്കിയിട്ട് വീട്ടിലത്തെ ഭാര്യ, പെങ്ങൾ, ഉമ്മ അവരാണല്ലോ വെച്ചുണ്ടാക്കി തരിക. അവർ എന്ത് ചെയ്യണം? നല്ല നല്ല ഭക്ഷണമാക്കിയാണ്ട് ഇതിനെ മാറ്റിയാണ്ട് കൊടുക്കണം. അത് നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങൾ മാറ്റി കൊടുക്കുമ്പോഴാണ് രോഗി എന്നുള്ള നിലക്ക്, രോഗി എന്ന് പറഞ്ഞാൽ അസുഖമുണ്ട് എന്ന നിലക്ക് ഉള്ള ആളുകൾ നല്ല രുചിയോട് കൂടിയിട്ട് ആ ഭക്ഷണം കഴിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ ഞാൻ പുഴുങ്ങിയതാണ് കഴിക്കുന്നത്. ഞാൻ 4 മുട്ട എടുക്കും. അതിൻ്റെ 2 മുട്ടൻ്റെ കുഞ്ചി ഒഴിവാക്കും. 2 മുട്ടൻ്റെ കുഞ്ചി അടക്കം 4 മുട്ട കഴിക്കും. ഇത്തരി കഴിക്കും, ഇതും കഴിക്കും. ഈ ബട്ടർ കോഫിയും കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ച വരെ ഭക്ഷണം വേണ്ട. ഉച്ചക്കും ഭക്ഷണം വേണ്ട. അത് നിങ്ങൾ അനുഭവിച്ച് നോക്കി. കാരണം നമുക്ക് ഭക്ഷണം ആവശ്യം വരുന്നത് എന്താണ്? നമ്മൾ തിന്ന് ശീലമായിട്ട് വയറിന് ആവശ്യമല്ല, പക്ഷേ വായക്ക് ആവശ്യമുണ്ടോ, അത് നമ്മൾ ഒഴിവാക്കുക. ഈ വിശപ്പ് എപ്പോഴാണ് വയറിന് അനുഭവപ്പെടുന്നത്, അപ്പം മാത്രം ഭക്ഷണം കഴിക്കുക. അപ്പോൾ ആരോഗ്യം നിലനിൽക്കും, എല്ലാം നിലനിൽക്കും, എല്ലാം ശരിയാവും. ശരീരത്തിന് തന്നെ ഒരു ഉന്മേഷം കിട്ടും. തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കാണുമ്പോൾ ഈ ഭക്ഷണവും പിന്നെ ഞാൻ കുറച്ച് എക്സസൈസും കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. അത് കാണുമ്പോൾ നിങ്ങൾക്കത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സുഖം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം ശരിയായിട്ട് തോന്നില്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഡിലീറ്റ് ചെയ്താൽ മതിയല്ലോ.
നോക്കാതെ നിന്നാൽ മതിയല്ലോ. പക്ഷേ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിക്കൂടെ, ഇതിന് ഗുണമുണ്ടോ ഇല്ലേ എന്നുള്ളത്, അത് മാത്രം നിങ്ങൾ നോക്കുക. അപ്പോൾ ഞാൻ രാവിലത്തെ നാഷ്ട കാണിച്ചു തന്നു. നമുക്ക് ഈ മുട്ട തന്നെ നല്ല ആംലേറ്റ്, എല്ലാ സാധനവും, ഉള്ളികൾ കൂടുതലും, പിന്നെ അതേപോലെ തന്നെ പുതിന, അതേപോലെ തന്നെ മല്ലിച്ചപ്പ്, അങ്ങനെ പല സാധനങ്ങൾ കൂട്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള നല്ലൊരു കട്ടിങ് കനല്ല ഭംഗിയുള്ള ഒരു ബട്ടറിലോ വെളിച്ചെണ്ണയിലോ പൊരിച്ചൊരു 2-3 മുട്ടൻ്റെ ഫ്രൈ തിന്നാൻ കഴിയും, ബുൾസൈ തിന്നാൻ കഴിയും, വറുത്തത് തിന്നാൻ കഴിയും. അതെങ്ങനെയാണ് നമുക്ക് ഓരോ ദിവസം അത് ടേസ്റ്റ് തിന്ന എങ്ങനെയാണ്? ഇത് മരുന്നാണ്, ഒരു മാസത്തെ മരുന്നാണ്. ഒരു മാസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നിങ്ങൾക്ക് ഇതിൽ പ്രവേശിക്കേണ്ടത്. എങ്ങനെ ഞാൻ ഇതേ തുടർന്ന് പോകണോ, അത് ഇതിൽ നിന്ന് മാറി വീണ്ടും ഞാൻ മരുന്നിക്ക് സഞ്ചരിക്കണോ എന്ന് അപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുക, മനസ്സിലാക്കുക. എൻ്റെ അറിവ് ഇങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് അറിയുന്ന രൂപത്തിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും നിങ്ങൾക്ക് ഇത് എത്തിച്ചു തരാൻ ശ്രമിക്കുന്നതും. പോരായ്മകൾ ഉണ്ടാവും തീർച്ചയാണ്, കാരണം ഞാനൊരു യൂട്യൂബർ അല്ല, ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ചെയ്യാനുള്ള കാരണം എനിക്ക് സുഖം കിട്ടി, മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുത്തപ്പോൾ അവരും പറഞ്ഞു ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് 2 ആൾക്കല്ലേ കിട്ടണുള്ളൂ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിങ്ങനെ ചെയ്താൽ ഒരുപാട് ആൾക്കാർക്ക് ഇതിൻ്റെ ഗുണം കിട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആ മാർഗം സ്വീകരിക്കണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ എനിക്ക് കിട്ടുന്ന അറിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പുറകിൽ ഓരോന്നായി വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഷുഗറിനെ കുറിച്ചാണ്, അതിനുശേഷം തലയ്ക്കുള്ള പ്രശ്നമുണ്ട്, അതിനെക്കുറിച്ച് വേറൊന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം ഷുഗറിനെ കുറിച്ചുള്ള തീർത്തതിന് ശേഷമാണ് ഞാൻ ആ വീഡിയോയിലേക്ക് കിടക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണ് എങ്കിൽ, ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനും സഹോദരന്മാർക്കൊക്കെ ഷെയർ ചെയ്യണം. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, മരുന്ന് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ആശ്വാസം കിട്ടുകയാണെങ്കിൽ അതുതന്നെയാണ് വലിയ ആശ്വാസം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മരുന്ന് കുടിക്കാതെ ഇത് മാറിയിട്ടുള്ള സന്തോഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് ഉറപ്പിച്ച് പറഞ്ഞു, എൻ്റെ നാവിന് ഞാൻ ആ മരുന്ന് വെച്ചിട്ടില്ല, വെക്കൂല എന്ന് തീരുമാനിച്ചു. ഇപ്പം ഇനി തീരും വെക്കൂല, കാരണം എൻ്റെ ആവശ്യമില്ല. ഷുഗർ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭയം എങ്ങനെയാണ്? നമ്മൾക്ക് കൂടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഭയപ്പെടണം. അതുകൊണ്ട് സ്ട്രോക്കുകളുണ്ടാവും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് നമ്മൾ നോർമലാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ഷുഗർ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറിക്കിട്ടും. പക്ഷെ അതിന് നമ്മൾ കുറച്ച് ശ്രമിക്കണം. കാരണം 10, 50, 60 അവനാർക്ക് ആയ വയസ്സൊന്ന് കണക്കൂട്ടുക, അത്രയും നമ്മൾ ഷുഗർ അടിച്ച് കയറ്റിയിട്ടുണ്ട് ശരീരത്തിലേക്ക്, കാർബോഹൈഡ്രേറ്റ്. അതുകൊണ്ടാണ് ഈ ഷുഗർ വന്ന് കൂടിയിട്ടുള്ളത്. തിന്നുണ്ടാക്കിയതാണ്, നമ്മളെ പൈസ കൊടുത്ത് തിന്നുണ്ടാക്കിയതാണ്. അതുകൊണ്ട് നമ്മളതിനെ മാറ്റാനും മരുന്നായിട്ട്, ഭക്ഷണം മരുന്നായിട്ട് മാറ്റിയിട്ട് ആ അസുഖത്തിനെ നമ്മളൊന്ന് മാറ്റി നോക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. അള്ളാഹു എല്ലാവരെയും സമാധാനം സന്തോഷവും തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സന്തോഷകരമായ ഒരു കുടുംബജീവിതം എല്ലാവരും നയിക്കണം. അതുമാത്രമല്ല, പുരുഷന്മാർക്ക് അടിവരട്ട് ഞാൻ പറയണം, ഈ ഭക്ഷണം ഷുഗറില്ല രോഗി, ആരോഗ്യമുള്ള പുരുഷൻ ഷുഗർ കൊണ്ട് പ്രയാസപ്പെടുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, വിശദീകരിക്കണില്ല. അല്ലാതെ തന്നെ ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിലാവും. അതിന് ശാശ്വത പരിഹാരം കിട്ടും. ഇത് മാറിക്കഴിഞ്ഞാൽ, ഷുഗർ മാറിക്കഴിഞ്ഞാൽ, ഇത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സുഖം വേറെ ആസ്വദിക്കാൻ കഴിയും, തീർച്ച. ഇത് എന്തൊക്കെ കുറച്ച് മുന്നേ കിട്ടാൻ നമ്മൾ ആലോചിച്ച് പോകും. അതുകൊണ്ട് സത്യസന്ധമായിട്ടാണ് ഞാനിത് പറയുന്നത്. എൻ്റെ എല്ലാ സഹോദരന്മാർക്കും, അസുഖമുള്ളവർക്ക് മാറി സന്തോഷമുള്ളൊരു ജീവിതം പ്രപഞ്ച സൃഷ്ടാവ് നൽകട്ടെ എന്ന് ആകാംക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എല്ലാവർക്കും നന്മ വരട്ടെ, അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഞാൻ കഴിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരും, രാത്രിയുള്ള ഭക്ഷണം ഞാൻ കഴിക്കുന്നത് കാണിച്ചു തരും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അത് പിന്നെ ഫോളോ ചെയ്യുന്നതാണ്. എനിക്ക് അറിയുന്ന അറിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വേറെ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. ഓക്കെ. ഇപ്പം എനിക്ക് കിട്ടിയ അറിവ് ഭക്ഷണത്തിൻ്റെ ആണ്. ആ ഭക്ഷണം ഞാൻ കഴിക്കുന്നു, അതുകൊണ്ട് എനിക്ക് മാറി കിട്ടി. വളരെ സന്തോഷവും സമാധാനമുണ്ട്. ഓക്കെ, എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, താങ്ക്സ്. ഞാൻ നിർത്തുന്നു.